ഇവിടെ നിങ്ങളൊരു ചിത്രം കാണുന്നില്ലേ? എന്താണത്? യെസ്, നമ്മൾ ഇത്ര നേരം പറഞ്ഞ തിരമാലകൾ തന്നെയാണ്. ഇനി നമുക്കൊരു വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടു. നമുക്ക് തിരമാലകൾ എന്താണ്, എങ്ങനെയാണ് തിരമാലയുടെ മൂവ്മെന്റ്സ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരമാലയുടെ ഘടനയാണ്. ഒരു സ്ട്രക്ചർ, ഒരു തിരമാലയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ ചിത്രമാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഓക്കെ, നമ്മുടെ തിരമാലയ്ക്ക് 4 ഭാഗങ്ങളാണുള്ളത്. അതിൽ ഉയർന്ന ഭാഗത്തെ പറയുന്ന പേരാണ് എന്ത്? തിരാശിഖരം. താഴ്ന്ന ഭാഗമാണ് തിരാതടം. 2 തിരാശിഖരങ്ങൾ തമ്മിലുള്ള അകലത്തെ പറയുന്ന പേരാണ് എന്ത്? തിരാദൈർഘ്യം. ഇത് തമ്മിലുള്ള ഈ ഒരു ലംബ ദൂരം, അതായത് അടിയിൽ നിന്ന് മുകളിലേക്കുള്ള ഈ ഒരു ദൂരത്തെ പറയുന്നതാണ് തിര ഉന്നതി. അങ്ങനെ 4 ഭാഗങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഈ തിരമാലയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? 4 ഭാഗങ്ങളാണ് നമ്മുടെ തിരമാലയ്ക്കുള്ളത്.